ഹായ് ഹലോ, ഇന്നൊരു എരിശ്ശേരിയാണ് ഉണ്ടാക്കുന്നത്. മത്തങ്ങയും വൻപയറും ചേർത്തിട്ടാണ്. അരക്കപ്പ് വൻപയർ അരമണിക്കൂർ വെള്ളത്തിൽ കുതിർത്ത് വെക്കണം. അതിനുശേഷം അത് കഴുകി കുക്കറിലേക്ക് ഇട്ട് വെള്ളം ഒഴിച്ച് ഒന്ന് വേവിച്ച് വെച്ചിട്ടുണ്ട്. മത്തങ്ങയും ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ച് വെച്ചു. അതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 3/4 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ ഉപ്പ്, 1 കപ്പ് വെള്ളം ഒഴിക്കാം. ഇനി അതൊന്ന് ഇളക്കി കൊടുക്കണം. കുറച്ച് കറിവേപ്പിലയും കൂടി ഇടാം. ഇനി അത് അടച്ചു വെച്ച് ഒന്ന് വേവിച്ചെടുക്കാം. ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കണം. പെട്ടെന്ന് തന്നെ മത്തങ്ങ വെന്ത് കിട്ടും. ഏകദേശം വെന്തിട്ടുണ്ട്. കുറച്ചുകൂടി വെന്ത് കഴിയുമ്പോൾ അതിലേക്ക് പയർ വേവിച്ചത് ചേർക്കാം. ഇനി ഇതിലേക്ക് അരപ്പിനായിട്ട് നാളികേരം, വെളുത്തുള്ളി, 1/2 ടീസ്പൂൺ ജീരകം, 1/2 ടീസ്പൂൺ മുളക്, ഇത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം. മത്തങ്ങ വെന്തയിലേക്ക് വേവിച്ച പയർ ചേർത്തു. ഒന്ന് ഇളക്കി കൊടുത്ത് ഒരു 2 മിനിറ്റ് ഒന്ന് അടച്ചു വെക്കാം. ഇനി അത് ഇളക്കിയെടുക്കാം. ചെറുതായിട്ടൊന്ന് ഉടച്ചു കൊടുക്കണം. അതിനുശേഷം അരപ്പ് ചേർക്കാം. അരപ്പ് ചേർത്ത് ഒന്നിളക്കി വീണ്ടും ഒരു 2 മിനിറ്റ് ഒന്ന് അടച്ചു വെച്ച് വേവിക്കാം. അരപ്പൊക്കെ ഒന്ന് വെന്ത് കിട്ടണം. നന്നായി ഇളക്കിയത്. ഇനി അത് അടച്ചു വെക്കാൻ 2 മിനിറ്റ്. അതിന് ശേഷം ഇളക്കിയെടുക്കാം. അടച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. ഇനി അത് ഇളക്കിയെടുക്കാം. അതിലേക്ക് 1/2 ടീസ്പൂൺ ഉപ്പ് കൂടി ചേർക്കാം. ഇനി ഒന്നുകൂടി ഇളക്കി ഒന്ന് തിളപ്പിച്ചെടുക്കണം. ഒരു 2 മിനിറ്റ് കൂടി ഒന്ന് അടച്ചു വെച്ചു. ഇനി അത് ഇളക്കിയെടുക്കാവുന്നതാണ്. അതൊന്ന് കുറുകി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് വറുത്തിടണം. നാളികേരവും വറുത്ത് ചേർക്കാനുണ്ട്. അതിനായിട്ട് ഒരു പാൻ അടുപ്പത്ത് വെച്ച് ചൂടാക്കി അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. 1/2 ടീസ്പൂൺ കടുക് ഇട്ട് പൊട്ടിച്ചു. മുളകും കറിവേപ്പിലയും കൂടി ചേർക്കാം. ഇനി അതിലേക്ക് നാളികേരം ചേർത്ത് കൊടുക്കാം. അത് നന്നായിട്ട് ഇളക്കി ഒന്ന് വറുത്തെടുക്കണം. അത് വറുത്ത് കിട്ടിയിട്ടുണ്ട്. ഇനി ഇത് കറിയിലേക്ക് ചേർത്ത് കൊടുക്കാം. കറിയിലേക്ക് ചേർത്ത് ഒരു 2 മിനിറ്റ് ഒന്ന് അടച്ചു വെക്കണം. ഒന്ന് അടച്ചു വെച്ചു. ഇനി അത് ഇളക്കിയെടുക്കാവുന്നതാണ്. എരിശ്ശേരിയുടെ ടേസ്റ്റ് എന്ന് പറയുന്നത് ഈ വറുത്തിടുന്നതിലാണ്. അങ്ങനെ വൻപയർ മത്തങ്ങ എരിശ്ശേരി റെഡിയായി. മത്തങ്ങ മാത്രമായിട്ടും എരിശ്ശേരി ഉണ്ടാക്കും. ഇന്ന് വൻപയറും ചേർത്തിട്ടാണ്. ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു. വീഡിയോ കാണുന്നതിനും സപ്പോർട്ട് ചെയ്യുന്നതിനും എല്ലാവരോടും ഒരുപാട് താങ്ക്സ്. ഇനി മറ്റൊരു വീഡിയോയിൽ കൂടി കാണാം. താങ്ക് യു.